ലോകത്ത് ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുമാണ് വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാനത് ചെയ്തെന്നും പറഞ്ഞ് നിൽക്കാം, ഞാനത് പറഞ്ഞെന്നും പറഞ്ഞ് നിൽക്കാം. ഇപ്പൊ ഇവര് AI വോയിസ് ആണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് എക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് എനിക്ക് ഇതുവരെ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്ട് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ഇവരിതിന്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേ ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിന്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കുത്തിക്കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണോ എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്. സ്വന്തം കുടുംബത്തെയും കൂട്ടുകാരെയും തൊട്ടുകളിച്ചാൽ ഹനാൻ ഷാ വെറുതെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഹനാൻ ഷാ പ്രതികരിച്ചിരുന്നത്. എല്ലാവരും ഹനാൻ ഷായുടെ റിയാക്ഷൻ വീഡിയോസിനായിരുന്നു കാത്തിരുന്നത്. എന്നാൽ ഹനാൻ ഷാ 3 ദിവസം സമയമെടുത്തുകൊണ്ട് തന്നെയും കുടുംബത്തെയും തൊട്ടുകളിച്ചവരുടെ വേര് തന്നെ പിഴുതെറിയുവാനുള്ള പോരാട്ടത്തിലാണ്. എല്ലാവരും ഹനാൻ ഷായോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാതെ നിൽക്കുന്നതെന്ന്. എന്നാൽ പുള്ളിക്കാരൻ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഉടൻ തന്നെ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുവാൻ ഹനാൻ ഷാ നിന്നില്ല. വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ഒരുപാട് അവന്മാരുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അവരെ എല്ലാവരെയും ഫോളോ ചെയ്യുന്നത് നമ്മുടെയൊക്കെ കുഞ്ഞു മക്കളാണെന്ന് ആലോചിക്കുമ്പോഴാണ് നാളത്തെ സമൂഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നത്. അടപടലം എല്ലാത്തിനെയും പിടിച്ച് ജയിലിലിട്ട് തക്കതായ ശിക്ഷ നൽകി സമൂഹത്തിന് മാതൃകയാകണം എന്നാണ് എൻ്റെയും അഭിപ്രായം. സ്വന്തം അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഇവറ്റകളൊന്നും സമൂഹത്തിൽ ജീവിക്കാൻ പോലും അർഹതപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. ഇതുപോലെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ ചാനലുകൾ അടിച്ചുപൂട്ടണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. മാന്യമായി ജീവിക്കുന്നവരെ പോലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി വലിച്ചിടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. തൊപ്പിയുടെ ഗ്യാങ്ങിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ഹനാൻ്റെ കൂട്ടുകാരനെയും വൈഫിനെയും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹനാൻ സ്ട്രൈക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത പല യൂട്യൂബേഴ്സും അത് വീണ്ടും വീണ്ടും എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ട്രോൾ വീഡിയോസും ഒരുപാട് റിയാക്ഷൻ വീഡിയോസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങളുടെയൊക്കെ നാറിയ കേസിലേക്ക് ഇതുപോലെ മാന്യമായി ജീവിക്കുന്നവരെ കൂടി വലിച്ചിടുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വൈറലാകുന്നത് നിമിഷങ്ങൾ കൊണ്ടാണ്. ആരുടെയൊക്കെ കൈകളിലേക്കാണ് ആ വീഡിയോസ് എത്തുന്നത് എന്ന് പോലും അറിയില്ല. മെയിൻ ചാനലിൽ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാലും കുറച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും അത് പൊട്ടിമുളച്ചു വരും. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഹനാന്റെ ഭാഗത്തു നിന്ന് ഈ വീഡിയോസ് നീക്കം ചെയ്യുവാനുണ്ടായ ആ തീരുമാനം വളരെ നന്നായി. ആരൊക്കെയാണോ ആ വീഡിയോസ് റിയാക്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്, അതുപോലെ ആരുടെയൊക്കെ കയ്യിലാണോ ഈ വീഡിയോസ് ഉള്ളത്, എല്ലാം ഉടനെ കളയണമെന്ന് തന്നെയാണ് ഞാനും റിക്വസ്റ്റ് ചെയ്യുന്നത്. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ വീഡിയോസ് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരെയെല്ലാം തൂക്കിയെടുത്ത് ജയിലിലിടണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഹനാൻ എന്ന ടാഗ് വെച്ച് കഴിഞ്ഞാൽ വൈറലാകുമെന്ന് കരുതിയിട്ടായിരിക്കും ഇതുപോലെയെല്ലാം വീഡിയോസ് ഇട്ട് പബ്ലിക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അപ്പുറത്ത് ഒരു പെൺകുട്ടിയും ഒരു ഫാമിലിയുമാണ് ബാധിക്കുന്നത് എന്നൊന്നും ഓർക്കാതെയാണ് പല ചെറ്റകളും ഈ പരിപാടി ചെയ്യുന്നത്. റീച്ചിനു വേണ്ടി ഏത് തരത്തിലേക്കും തരംതാഴുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തവർക്കെതിരെ നല്ലൊരു ലീഗൽ ആക്ഷൻ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.